മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 10/9/2003 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ചതയമാണ് നക്ഷത്രം. ചതയം 4-ാം പാദം. ധനുലഗ്നം 2-0-3 ചന്ദ്രൻ കുജൻ, 4-0-5 രാഹു, 6-0-7 ശനി, 8-0-9 സൂര്യൻ ബുധൻ ഗുരു ശുക്രൻ, 10-0-11 കേതു, 12 ഗുളികൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒരു ഗ്രഹനില തന്നെയാണത്. ചെറിയ ചില 1-2 നെഗറ്റീവ്സ് ഉണ്ട്. ആ നെഗറ്റീവ്സിന് ഒരല്പം ബലം കൂടുതലുമാണ്. എന്തുകൊണ്ടാണത്? ധനുലഗ്നം ഭരിക്കുന്നത് വ്യാഴം, 9 ഭാഗ്യസ്ഥാനത്ത് സൂര്യനോട് ചേർന്ന് ബുധനോട് ചേർന്ന് ശുക്രനോട് ചേർന്ന് സൂര്യൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ലഗ്നാൽ 9 വ്യാഴം വളരെ വളരെ നല്ലതാണ്. ബുധനുണ്ട്. ബുധനുമായി വ്യാഴം അത്ര നല്ല ബന്ധമല്ല. എന്നിരുന്നാൽ തന്നെയും 5, 7, 9 ഭാവങ്ങളിലൊക്കെ വ്യാഴം നിൽക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ചും ഈ പറഞ്ഞ ഭാവങ്ങളിൽ നിന്നു എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. അവിടേക്ക് രാഹു അല്ലെങ്കിൽ രാഹുവിൻ്റെ ദൃഷ്ടി, കേതുവിൻ്റെ സാമീപ്യം അല്ലെങ്കിൽ ഗുളികൻ്റെ ദൃഷ്ടി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരുന്നാൽ വളരെ നല്ലത്. ഇവിടെ ശനിയുടെ 3-ാം ദൃഷ്ടി വരുന്നുണ്ട്. എന്നാലും ഗുളികൻ്റെ സാന്നിധ്യമോ സാമീപ്യമോ അതല്ല എങ്കിൽ രാഹു ബന്ധമോ ഒന്നും തന്നെ വ്യാഴത്തിന് പ്രത്യേകിച്ചും ലഗ്നാധിപന് വന്നിട്ടില്ല. എന്നാൽ ഗുളികൻ 12 വ്യയസ്ഥാനത്ത് നിന്നുകൊണ്ട് തൻ്റെ 2-ാം ദൃഷ്ടി ലഗ്നത്തിലേക്ക് നടത്തുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ 7-ൽ നിൽക്കുന്ന ശനി തൻ്റെ 3, 7, 10 ഭാവങ്ങളിലേക്ക് ശനി ഏതൊരു ഗ്രഹനിലയിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് പ്രകാരം ശനി തൻ്റെ 7-ാം ദൃഷ്ടി ലഗ്നത്തിലേക്ക് നടത്തുന്നു. അപ്പോൾ ഇതും ഈ പറഞ്ഞ ഗുളികൻ്റെ 2-ാം ദൃഷ്ടിയും ശനിയുടെ 7-ാം ദൃഷ്ടിയും ലഗ്നത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തിക്ക് ഒരല്പസ്വല്പം ക്രൈസിസ്, ബുദ്ധിമുട്ടുകളിലൂടെ സഞ്ചരിക്കേണ്ടതായി വരും. ഉയർച്ച എന്ന് പറയുന്ന വാക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ഒരല്പം താമസം, തടസ്സം പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ആ വ്യക്തിക്ക് ഇപ്പോൾ പരീക്ഷകളും, കൊച്ചു പയ്യനാണ്, 2003 അപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രായം. അപ്പോൾ ആ ഒരു പ്രായമായതുകൊണ്ട് തന്നെ പരീക്ഷകൾ എഴുതുക അല്ലെങ്കിൽ പഠനം പോലെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രായത്തിനനുസരിച്ച് തന്നെ. അപ്പോൾ അതിൽ പലതിലും ജയിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ അദ്ദേഹത്തിന് ഗുണപ്രദമാകുന്ന രീതിയിൽ ആ കാര്യങ്ങൾ ഫലവത്തായി വരുന്നില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മാതാവ് എന്നെ വിളിച്ചിരുന്നത്. ഇതൊരു പ്രധാന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ തടസ്സത്തെ, ഈ ഒരു നെഗറ്റീവിനെ മാറ്റുന്നതിന് വേണ്ടുന്ന പരിഹാരമാണ് ആദ്യം ചെയ്യേണ്ടത്. അത് വ്യക്തമായി തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരത് കൃത്യമായി തന്നെ ചെയ്യാമെന്ന് ഏറ്റിട്ടുമുണ്ട്. അത് ചെയ്യുന്ന മുറയ്ക്ക് പ്രത്യേകിച്ചും ലഗ്നാധിപൻ വ്യാഴമായതുകൊണ്ട് തന്നെ ഈ വ്യക്തി സേഫാണ്. കാരണം വ്യാഴം തൻ്റെ 5-ാം ദൃഷ്ടി ലഗ്നത്തിലേക്ക് നടത്തുന്നുമുണ്ട്. അത് വളരെ നല്ലതുമാണ്. ഇനി അപ്പോൾ ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കൃത്യമായി ചെയ്യുക വഴി ശനിയുടെ 7-ാം ദൃഷ്ടി കൊണ്ടുവരുന്ന കാലതാമസം, ഗുളികൻ്റെ 2-ാം ദൃഷ്ടി കൊണ്ടുവരുന്ന തടസ്സം, ഈ 2 കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള പരിഹാരം ചെയ്യുക വഴി ഒരു 75-80% ഈ വ്യക്തിക്ക് നേട്ടങ്ങൾ ലഗ്നത്തെ കൊണ്ട് തന്നെ, ലഗ്നാധിപനെ കൊണ്ട് തന്നെ കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെയാണ് ശനിയുടെ 3-ാം ദൃഷ്ടി കൊണ്ട് വ്യാഴത്തെ കൊണ്ടുണ്ടാകേണ്ടുന്ന അനുകൂല ഫലങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള കാലതാമസം, മന്ദൻ, പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം ശനി. അപ്പോൾ ശനിയുടെ ദൃഷ്ടി വ്യാഴത്തിലേക്ക് വരിക വഴി വ്യാഴത്തെ കൊണ്ടുള്ള ഗുണങ്ങൾക്ക് പോലും ഒരു മന്ദത, ഒരു കാലതാമസം ഉണ്ടാകാം. അതിനെയും ഈ ഒരൊറ്റ പരിഹാരത്തിലൂടെ തന്നെ 3 കാര്യങ്ങൾക്ക് ഇവിടെ പോസിറ്റീവാക്കാൻ കഴിയുന്നു എന്നതൊരു വളരെ വലിയ കാര്യം തന്നെയാണ്. അത് വ്യാഴ ലഗ്നത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. ഇതൊരു അനുഗ്രഹം കൂടാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വളരെ മിടുക്കനായിട്ടുള്ള, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പയ്യനാണിത്. 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ സൂര്യനോടൊത്ത്, വ്യാഴത്തോടൊത്ത്, ശുക്രനോടൊത്താണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ
ബുധനെ കൊണ്ടുള്ള അനുഭവങ്ങളും വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ ഒരല്പം ശനിയുടെ ദൃഷ്ടി അവിടേക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഒരല്പം കാലതാമസം. എല്ലാവർക്കും വേഗത്തിൽ കിട്ടുന്നത് ഇദ്ദേഹത്തിന് ഒരല്പം വൈകി കൃത്യമായിട്ട് തന്നെ കിട്ടുമ്പോൾ അത് ഗംഭീരമായി തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ തോതിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഒരല്പം കാലതാമസം ഇതിന് പ്രത്യേകിച്ചും സൂര്യനോടൊത്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടിയും വരുന്നു. ഈ രണ്ട് കാരണങ്ങൾ, ശനി സൂര്യൻ രണ്ടും ശത്രുക്കളാണ്. അപ്പോൾ കാലതാമസം എന്ന് പറയുന്ന അവസ്ഥ പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ഉയർച്ചകൾക്ക്, പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് ഒക്കെ ഒരല്പം കാലതാമസം ഇതിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ലഗ്നാധിപനായിട്ട് വ്യാഴവും 9 നിൽക്കുന്നത് കൊണ്ട് തന്നെ ലഗ്നാധിപനായിട്ടുള്ള വ്യാഴത്തെ കൊണ്ട് കൃത്യമായി ചെയ്യേണ്ടുന്ന ആ അളവിൽ തന്നെ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഗുണാനുഭവങ്ങൾ കൂടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെയാണ് അധികം പറഞ്ഞു കേൾക്കാത്ത ഒരു യോഗമാണ് ശശിമംഗള യോഗം. ജനിക്കുന്ന സമയം ചന്ദ്രനും കുജനും ഒരേ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ശശി മംഗള യോഗം സംഭവിക്കുന്നു. ഇദ്ദേഹത്തിന് എപ്പോൾ ആവശ്യമുണ്ടോ പണം, ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഭാവത്തിൽ ആരെയെങ്കിലും വഴി ആ പണം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ആവശ്യാർത്ഥം എത്തുക തന്നെ ചെയ്യും. വലിയ വലിയ ജയലളിത, അതല്ലാതെ തമിഴ് നടൻ വിജയ് പോലെയുള്ള ആളുകൾക്കൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന യോഗമാണ് ശശിമംഗള യോഗം. അവരുടെയൊക്കെ ജീവിതാവസ്ഥ എന്താണ് എന്ന് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ചും ധനം എന്ന വാക്കുമായി ബന്ധപ്പെട്ട് അത് അവരുടെ കരിയർ വൈസുള്ള ഗ്രോത്തും കൂടാണ്. പൊളിറ്റിക്കലാണ്, ഒരെണ്ണം പൊളിറ്റിക്സാണ്, ഒരെണ്ണം സിനിമയാണ്, ഫിലിം ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ശശിമംഗള യോഗം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ജോലിയെ കൊണ്ട് തന്നെ ധാരാളം പണം സമ്പാദിക്കാനുള്ള ഒരവസ്ഥ ഇദ്ദേഹത്തിനുണ്ടാകും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് വ്യാഴത്തെ കൊണ്ടുള്ള പരിപൂർണമായിട്ടുള്ള ഗുണാനുഭവങ്ങളും ഒരല്പം കാലതാമസം ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ കിട്ടുക തന്നെ ചെയ്യും. ഇത് രണ്ടും വളരെ വളരെ ശക്തമാണ്. അതുപോലെ തന്നെ 5 നിൽക്കുന്ന രാഹു, ലഗ്നാൽ 5 നിൽക്കുന്ന രാഹു, 5ാം ഭാവാധിപനായിട്ടുള്ള കുജൻ ശശിമംഗള യോഗം ചെയ്ത് 3 നിൽക്കുന്നു. 5 രാഹു നിൽക്കുമ്പോൾ അല്പം വാശി, അതല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില കടുംപിടുത്ത സ്വഭാവങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്ക് കണ്ടുവരുന്നുണ്ട്. കുരുട്ടുബുദ്ധി പോലെയുള്ള, സൂത്രബുദ്ധി പോലെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ വ്യാഴത്തിൻ്റെ 9ാം ദൃഷ്ടി അവിടെയുമുണ്ട്. എന്നാൽ രാഹു വ്യാഴത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുമില്ല. അപ്പോൾ ഈ പറയുന്ന നെഗറ്റീവിനെ പോലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് അകറ്റി നിർത്താൻ ഒരു പരിധിവരെ സാധിക്കും. ചില ജാതകങ്ങളിൽ, ഗ്രഹനിലകളിൽ വ്യാഴം രാഹുവിലേക്ക് ദൃഷ്ടി ചെയ്യും. പക്ഷേ അതേപോലെ തന്നെ രാഹു വ്യാഴത്തിലേക്കും ദൃഷ്ടി ചെയ്യും. ഇവിടെ രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നത് 6, 7, 9, 12. ലഗ്നത്തിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്, 9ാം ദൃഷ്ടി. അതും നേരത്തെ പറഞ്ഞ ഗുളികൻ്റെ ദൃഷ്ടിയും ശനിയുടെ ദൃഷ്ടിയും കൂട്ടി വായിക്കേണ്ടത് തന്നെയാണ്. അതിനെല്ലാം പരിഹരിക്കാൻ ഇവിടെയുള്ള പരിഹാരമാണ് വ്യാഴം. വ്യാഴത്തെ കൊണ്ടുള്ള പരിഹാരം കൃത്യമായി തന്നെ ചെയ്യുക. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്, രാഹു നിൽക്കുന്നിടത്തേക്കും വരുന്നുണ്ട്. പ്രത്യേകിച്ചും 5 വളരെ പ്രധാനപ്പെട്ട ഭാവമാണ് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും. അപ്പോൾ ഈ കാര്യങ്ങൾ ഇത്രയും കൃത്യമായി തന്നെ പരിഹരിക്കാൻ വ്യാഴമെന്ന് പറയുന്ന ഒറ്റ ഗ്രഹത്തെ കൊണ്ട് തന്നെ സാധിക്കും, വ്യാഴത്തെ ശക്തിപ്പെടുത്തിയാൽ. ഇനി ഇദ്ദേഹത്തിൻ്റെ വിവാഹം, ലഗ്നാൽ 7 ശനി, അല്പം വിവാഹം വൈകും. 7ാം ഭാവാധിപൻ നിൽക്കുന്നത് ശനിയുടെ തന്നെ ദൃഷ്ടിയിൽ സൂര്യനോടൊത്ത് സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ്. ശത്രുവായ വ്യാഴവും അവിടെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് പൊതുവേ 7 ശനി നിന്ന് കഴിഞ്ഞാൽ വിവാഹം വൈകുക എന്ന് പറയുന്നത് സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. അതിൽ ഭയപ്പെടാനോ അതിജാഗ്രതപ്പെടാനോ ഒന്നുമില്ല. കൃത്യമായിട്ട് വേണ്ടുന്ന പരിഹാരങ്ങൾ വിവാഹ സംബന്ധമായി 7ാം ഭാവത്തെ കൊണ്ടും വിവാഹ സംബന്ധമായി കൃത്യമായി തന്നെ ചെയ്തു പോകുക വഴി ഒരു പരിധിയിൽ കൂടുതൽ വൈകുക എന്ന് പറയുന്ന പ്രോസസ്സിനെ ഇല്ലാതാക്കുകയും വലിയ തെറ്റുകുറ്റങ്ങളില്ലാത്ത കൃത്യമായി ചേരുന്ന 7 ശനി നിന്ന് കഴിഞ്ഞാൽ ചേരേണ്ടുന്ന ചില ഗ്രഹനിലകളുണ്ട്, അതേ ചേർക്കാവൂ. 7 ഇതേപോലെ കുജനൊക്കെ നിൽക്കുന്ന ഗ്രഹനിലകൾ കൊണ്ടുപോയി ചേർത്ത് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ഇതിൻ്റെ ബേസിക് തിയറിയാണ്. 7 ശനി, അത് 7 നിൽക്കുന്ന ജാതകം, അതുപോലെ 7 കുജൻ, 7 സൂര്യനൊക്കെ നിൽക്കുന്ന ഗ്രഹനിലകളെ കൊണ്ടുപോയി ഒരു കാരണവശാലും ഇത്തരം ഗ്രഹനിലകളുമായി ചേർക്കാനേ പാടില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഒഴിവാക്കേണ്ടതിനെ ആദ്യം ഒഴിവാക്കിയാൽ തന്നെ പകുതി 50% ജയിച്ചു. പിന്നെ ചേർക്കേണ്ടതിനെ ചേർത്താൽ മതി. പലർക്കും അബദ്ധം പറ്റുന്ന ഒരു പ്രധാന മേഖലയാണ് ഒഴിവാക്കേണ്ടതിനെ കൊണ്ടുപോയി ചേർക്കും. അപ്പോൾ 100% അത് നെഗറ്റീവായി മാറുകയും ചെയ്യും.
ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കുക വഴി 50% അക്കാര്യവുമായി ബന്ധപ്പെട്ട് വിജയം കൈവരിച്ചു കഴിഞ്ഞു. ബാക്കി 50% നിന്നുകൊണ്ട് സാവകാശം ചേരുന്ന ഗ്രഹനില, നാള്, പൊരുത്തം, ജാതകം എല്ലാം നോക്കി, പ്രത്യേകിച്ചും ലഗ്നം 7ാം ഭാവമൊക്കെ നോക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായി തന്നെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ രാഹുദശ, ചതയമാണ നക്ഷത്രം, രാഹു ദശയിൽ ജനിച്ചു. 2005 വരെ രാഹു, അതിനുശേഷം വ്യാഴദശ 2021 വരെ, അതിനുശേഷം ശനി 2040 വരെ. ശനിദശ നടക്കുന്നു, ലഗ്നത്തിലേക്ക് ശനി ദൃഷ്ടി ചെയ്യുന്നു, 7ലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ വ്യക്തി സംബന്ധമായിട്ടുള്ള ഉയർച്ച, അതുപോലെ തന്നെ വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്ക്, ഈ 2 കാര്യങ്ങൾക്കും ഒരല്പം താമസം ശനി വരുത്തും. അത് സ്വാഭാവികമാണ്. അത് പക്ഷേ അനന്തമായി നീളാതെ വേണ്ടുന്ന പരിഹാരങ്ങൾ കൃത്യമായി ചെയ്തു പോവുക വഴി ഒരല്പം വൈകിയാൽ തന്നെയും അത് കിട്ടേണ്ടുന്ന അളവിൽ തന്നെ, അർഹിക്കുന്ന രീതിയിൽ തന്നെ അത് കിട്ടുകയും ചെയ്യും. അതാണ് പരിഹാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ 100% ഇവിടെയുള്ള ദോഷത്തെ മാറ്റി മറ്റെവിടെയെങ്കിലും നിർത്തുക എന്നൊരു അർത്ഥമേ പരിഹാരം എന്ന വാക്കിനില്ല. അതുപോലെ തന്നെ ശനിദശയ്ക്ക് ശേഷം ബുധൻ 2057 വരെ, ശേഷം കേതു 7 കൊല്ലം, ശേഷം ശുക്രൻ 2084 വരെ, അതിന് ശേഷം സൂര്യദശ. ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് ശനിദശയിൽ ബുധൻ്റെ അപഹാരമാണ്. 10-3-2024 തൊട്ട് 18-11-2026 വരെ ശനിദശയിൽ ബുധൻ്റെ അപഹാരം. എങ്ങനെയുള്ള ബുധൻ എന്ന് നേരത്തെ പറഞ്ഞു. ശനിയുടെ തന്നെ ദൃഷ്ടിയിൽ, 3ാം ദൃഷ്ടിയിൽ നിൽക്കുന്ന ബുധനാണ്. അപ്പോൾ പഠന സംബന്ധമായിട്ടുള്ള, മത്സര വിജയങ്ങൾ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരല്പം കാലതാമസം. ഇന്ന് കിട്ടേണ്ടത് 2 ദിവസം കഴിഞ്ഞ് കിട്ടുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ അവിടെ നടപ്പായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മാതാവ് വേവലാതിയോടെ വിളിച്ചത് തന്നെ. പക്ഷേ ഭയപ്പെടേണ്ടുന്ന കാര്യമൊന്നുമില്ല. കൃത്യമായിട്ട് തന്നെ പരിഹാരങ്ങൾ ചെയ്തു പോവുക വഴി ഈ വ്യക്തിക്ക് കിട്ടേണ്ടുന്ന എല്ലാ നന്മയും ഗുണവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും സംഭവിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.